അലിക്കുഞ്ഞെ, ഓ, ഇത് തന്നെയല്ലേ പപ്പന്റെ വീട്? ആ അതെ. ഇനി വീട് മാറിപ്പോയി കുട്ടി മാറിപ്പോയി എന്നൊന്നും പറയില്ലല്ലോ. വാ വാ. കുഞ്ഞിന്റെ കരച്ചിൽ. അതൊക്കെ ശരിയാ, പപ്പന്റെ കുഞ്ഞ് ഇവിടെ തന്നെ ഉണ്ട്. അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുഞ്ഞുങ്ങൾ കരയുന്നുണ്ടല്ലോ. അത് പപ്പന്റെ കൂട്ടുകാരന്റെ വീടാ. ഇനി അതായിരിക്കോ പപ്പന്റെ കുട്ടി? ശരിയാ, നമ്മൾ ഇനിയും ഇവിടെ വരുമെന്ന് അവനറിയാം. അവരെ നമ്മളെ പറ്റിക്കാൻ പിന്നെ കുട്ടിയെ മാറ്റി കാണൂ. ഉറുമീസിനെ അങ്ങനെ പറ്റിക്കാൻ നോക്കണ്ട. എടുക്ക്, കത്തി എടുക്കാൻ. വാ. ഇതെന്താണോ ഉറുമീസ് ഈ കാണിച്ചിരിക്കുന്നത്? ഇത്രയും പിള്ളേരോ? അവിടെ അടുത്തുള്ള മുഴുവൻ കുട്ടികളുമുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഇരുന്ന് തീരുമാനിക്കും പപ്പന്റെ കുട്ടി ഏതാന്ന്. അതാണ് ഉറുമീസ്. ആ പ്രദേശത്ത് ഇത്രേ ഉള്ളായിരുന്നോ? വേറെ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഒരു കുട്ടി കൂടി ഉണ്ടായിരുന്നു, നാരായണൻ കുട്ടി. ആ കുട്ടിയെയും കൊണ്ടുവന്നിട്ടുണ്ട്. അലിക്കുഞ്ഞെ, അവന്റെ കെട്ടഴിക്ക്. ശബ്ദിച്ചു പോകരുത്, കൊന്നുകളയും. പറയടാ, പപ്പന്റെ കുട്ടി ഏതാ? തൊട്ടിലുണ്ട്. അത് മനസ്സിലായി. തൊട്ടിലീ കിടക്കുന്നതിലേതാന്നാ ചോദിച്ചത്. ഞാൻ കാണിച്ചേടാ, ഇതാ. ഇത് തന്നെയാണല്ലോ. തെറ്റിച്ച് കാണിച്ചാൽ കൊത്തി നോക്കിക്കളയാൻ. ഇതാ. കള്ളം പറയുന്നോടാ. ഏതാ പപ്പന്റെ കുട്ടി? സത്യമായിട്ടും ഇതാ. അപ്പൊ ആദ്യം കാണിച്ചതോ? ഇതാ ശരി. തല്ലരുത്, ഇതാ പപ്പ സാറിന്റെ കുട്ടി. എന്താണോ ഉറുമീസ ഇത്? മുതലാളി സമാധാനമായിട്ടിരിക്കുക. ഇവനല്ല, ഇവന്റെ അപ്പൂപ്പനെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും. എനിക്ക് അപ്പൂപ്പ ഇല്ല. കൗസല്യേ, നീ ഇങ്ങനെ ഇടന്ന് കരയാതെ. കുഞ്ഞിനെ നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം. നമ്മുടെ വീട്ടില് സമാധാനമായിട്ട് കഴിഞ്ഞ പോരായിരുന്നു. 50 ലക്ഷം എന്നും പറഞ്ഞ് ഇങ്ങോട്ട് കെട്ടിയെടുത്തോണ്ടല്ലേ ഇതൊക്കെ. ഈ നശിച്ച വീട്ടിലേക്ക് മരുന്നില്ലെന്ന് എത്രോട്ടം പറഞ്ഞതാ. ഇപ്പൊ കണ്ടില്ലേ, ഇവിടെ താമസിക്കുന്നവർക്ക് ഒരു കാലത്ത് സമാധാനം കിട്ടാൻ പോണില്ല. മര്യാദയ്ക്ക് എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നോണോ? ഇല്ലെങ്കിൽ നീ എന്നെ കൊണ്ട് കൊന്നോ? അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? പോലീസിൽ അറിയിക്കാന്ന് വെച്ചാ ആരും സമ്മതിക്കുന്നില്ല. അന്വേഷിച്ചു പോയ ബാലുവിനെ കാണുന്നുമില്ല. ബാലു, എന്തെങ്കിലും വിവരം കിട്ടിയോടാ? നീ ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നാൽ എങ്ങനെയാ? അന്വേഷിച്ചു പോയിട്ട് എന്തായടാ? ഒന്നും ആയില്ല. ഞാനിനി അന്വേഷിക്കാനും പോകുന്നില്ല. നീ എന്താ ബാലു ഈ പറയുന്നത്? കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുപോയി കൊല്ലട്ടെ. ഇനി ഉണ്ടല്ലോ ഇവിടെ കുറെ എണ്ണം. കൊല്ലട്ടെ എല്ലാത്തിനും. പെൺകുട്ടികളെ കൊന്നൊടുക്കി അവിടെ എല്ലാവർക്കും തൃപ്തിയാവുമല്ലോ. ആണിനെ പെണ്ണിനെയൊക്കെ തരുന്നത് ഈശ്വരന്. അത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കണം. അതിന് കഴിയാത്തവർക്ക് എന്തിനാ കുട്ടികള്? ബാലു, ഇതൊക്കെ പറയാനുള്ള സമയമല്ലേ ഇത്? നമുക്ക് കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനുള്ള വഴി നോക്കാം. നിങ്ങളെ കൊണ്ടൊക്കെ എന്താ ചെയ്യാൻ കഴിയാന്ന് വെച്ചാൽ ചെയ്തോ. ഞാനില്ല ഒന്നിനും. എന്നെ കൊണ്ട് വയ്യ. നിനക്ക് വയ്യല്ലേ? നീ കാരണമായല്ല, നീ ഒരുത്തൻ കാരണമാണ് ഇതൊക്കെ ഉണ്ടായത്. ഞാനല്ല. നമ്മുടെ അമ്മയെ ഇതിനൊക്കെ കാരണക്കാരി. അവരൊരുത്തി കാരണം എങ്ങനെയാ കൊണ്ടായത്? എനിക്ക് നാടകം കളിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. എനിക്ക് എന്റെ ഭാര്യയും കൂട്ടിക്കൊണ്ട് പോവാം. എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി ജീവിക്കാം. അങ്ങനെ ഞാൻ ചെയ്യാതിരുന്നത് എനിക്ക് എന്റെ അമ്മയെ പിരിയാൻ വയ്യാഞ്ഞിട്ടാ. സ്വത്ത് മോഹിച്ചിട്ടൊന്നുമല്ല ഞാനിതൊക്കെ ചെയ്തത്. എന്റെ അമ്മ എന്നെ സ്നേഹിച്ചതുപോലെ എന്റെ ഭാര്യയെ സ്നേഹിക്കണം ഞാൻ ആഗ്രഹിച്ചത് കൊണ്ടാ. അല്ലാതെ 50 ലക്ഷം കാറൊന്നും എനിക്ക് വേണ്ട. വീരപ്പന്റെ കഥ ഉറങ്ങിക്കോ. നാശം. ഇതിലും ഭേദം ആ റിപ്പോർട്ട് അങ്ങ് പ്രസിദ്ധീകരിക്കാൻ വിടുന്നതാ. എടാ, പപ്പന്റെ കുട്ടി മാത്രം മതി ഇവിടെ. ബാക്കി കളഞ്ഞേക്കാം. ഇപ്പൊ തന്നെ കളഞ്ഞേക്കാം. അതാണ് ഉർമീസ്. അല്ല, പപ്പന്റെ കുട്ടി ഇതിലേതാന്ന് ഇനിയും പിടികിട്ടിയില്ല. അതിനൊരു വഴിയുണ്ട്, ഒരു ബുദ്ധിയുണ്ട്. നമുക്ക് ആ കുട്ടിയെ തുറന്നു വിടാം. ഏത് കുട്ടിയെ? പപ്പന്റെ കുട്ടിയെ? അല്ല, നാരായണൻ കുട്ടിയെ. എന്നിട്ട് അവൻ വീട്ടിൽ ചെന്ന് കുട്ടികളുടെ തന്തമാരെയെല്ലാം കൂട്ടിക്കൊണ്ടുവരും. നമുക്ക് രഹസ്യമായിട്ട് ഒളിച്ചിരിക്കാം. അവരവരുടെ കുട്ടിയെ അവരവർ വന്നെടുക്കും. അപ്പോ പപ്പന്റെ കുട്ടിയെ നമുക്ക് തിരിച്ചറിയാം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? അതാണ് ഉർമീസ്. എടാ പൊട്ടാ, അവര് പോലീസിൽ വിവരം അറിയിച്ചാലോ? അതിനു മുമ്പ് നമ്മൾ അറിയിക്കും പോലീസിൽ. എന്ത്?
അവര് പറയുന്നത് മുഴുവൻ കള്ളമാണെന്ന് നമ്മൾ ആദ്യമേ അറിയിക്കും. അല്ലെങ്കിൽ അത് വേണ്ട, പോലീസുകാർ ചിലപ്പോ കുഴപ്പമുണ്ടാക്കും. മുതലാളി അവര് വരുന്നുണ്ട്. ആ നാരായണൻകുട്ടി എല്ലാരും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, പോലീസിൽ അറിയിക്കാനൊന്നും അവർക്ക് ധൈര്യം ഉണ്ടാവില്ല. അവന്മാര് നേരിട്ട് തന്നെ വരും. ഇനി എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? നമുക്ക് ഒളിച്ചിരിക്കാം. അതായത് അവർ വരുന്നു, കുട്ടികളെ എടുക്കുന്നു. പപ്പൻ എന്തായാലും സ്വന്തം കുട്ടിയല്ലേ എടുക്കൂ. അപ്പൊ നമ്മൾ അവരെ പിടികൂടുന്നു. വാ. ഇതെന്താണ്, പത്മവ്യൂഹമോ? ഇത് പത്മവ്യൂഹമാണെങ്കിലേ ഞാൻ അഭിമന്യുവാ. അഭിമന്യു പത്മവ്യൂഹത്തിനകത്ത് കിടന്ന് ചത്ത ആള്. അത് പണ്ട്. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇനി പൊയ്ക്കൊള്ളൂ. ഞങ്ങൾക്ക് ആവശ്യം ഇവനെയാണ്. ഇവനെയും കുട്ടിയെയും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാൽ എല്ലാവരുടെ ജീവനും അപകടത്തിലാവും. മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്നതാ എല്ലാവർക്കും നല്ലത്. പറഞ്ഞത് കേട്ടില്ലേ? പോകാൻ. നിന്റെ കുഞ്ഞിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കിടത്തി ഈ ഉറുമീസിനെ പറ്റിക്കാന്ന് വിചാരിച്ചല്ലടാ. മുതലാളി, ദേ ഇവന്റെ കയ്യിലിരിക്കുന്ന കുട്ടിയാണ് ഇവന്റെ കുട്ടി. കുട്ടിയെ വാങ്ങിച്ചോളൂ, അങ്ങോട്ട് കൊടുക്കണം. എടാ, ബഹളം ഒന്നും വെക്കണ്ട, കുഞ്ഞിനെ അവൻ തന്നോളും. അയ്യൊന്ന് പൊയ്ക്കോ. എടാ ഉറുമീസേ, ഇത് കുട്ടിയല്ല, ബൊമ്മയാണ്. വിടരുന്നവരെ പിടിക്കടാ. ഉറുമീസിനെ പറ്റിക്കാൻ നോക്കിയേ. തനിക്കറിയില്ല, കൊന്നുകളഞ്ഞ അതേ പട്ടാള വരള പുള്ളി. ഇടിച്ച് നിർത്തിക്കോ. തോക്കുന്ന ജീവനാ. സാറിനെ തല്ലരുത്. നിങ്ങൾക്ക് വേണ്ടത് പപ്പന്റെ കുട്ടിയല്ലേ? ഇതാ എടുത്തോ. വീണ്ടും പറ്റിച്ച ഇതാണോടാ പട്ടി കുട്ടി? അയ്യോ അയ്യോ അയ്യോ, എന്നെ എടുക്കരുത്, ഞാൻ നടന്നോളാം. അയ്യോ അപ്പൂപ്പ. അയ്യോ അണ്ണോ, വല്യണ്ണ, കൊച്ചണ്ണ. അയ്യോ അപ്പൂപ്പ. അയ്യോ
നിർത്ത് 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 നിർത്ത്. ഇതാ പപ്പന്റെ കുട്ടി. ആ, ആ. നിന്റെ അപ്പന്റെ കുട്ടി ഓടാ. അയ്യോ അച്ഛാ, വെടിവെക്കച്ചാ. സമയമായിട്ടില്ല, ഇടിച്ച് നിരത്ത്. അവൻ ഇങ്ങോട്ട് പോയി. അയ്യാ. നിന്റെ ഉറുമീസ എന്നെ അടിച്ചോടാ ഉറുമീസ. പട്ടി നിന്റെ അച്ഛൻ, നിന്റെ അച്ഛാ, വെടിവെക്കച്ചാ. ഇല്ല, സമയമായിട്ടില്ല. ഇവൻ അച്ഛന്റെ അടുത്തേക്ക് കൊണ്ടുപോവാ. മക്കളെ കരയാതെ നമുക്ക് ഇപ്പൊ വീട്ടിൽ പോവാം. വെടി. ഇല്ല, ഇതിലാകെ ഒരു ഉണ്ടേ ഉള്ളൂ. അത് ഞാൻ 1972 മുതൽ കാത്തു സൂക്ഷിക്കുന്ന ഉണ്ടയാ. ആ ഉണ്ട ഈ തെണ്ടിക്ക് വേണ്ടി ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ഇവര് പാർട്ടി അമ്മാവന് പോലെ പറ്റിയോ? ഒന്നുമില്ല വരുവനെ. അച്ഛാ അച്ഛാ, സമയമായി. വെടിവെക്ക് വെടിവെക്ക്. രക്ഷപ്പെട്ടോ. വേഗം കുഞ്ഞുങ്ങളെടുക്ക്. കൗസല്യേ, ഉഷേ. ഇനി എല്ലാവരും അവരവരുടെ കുഞ്ഞുങ്ങളെ വാങ്ങിച്ച് അകത്തോട്ട് വെക്കണത്ത്. ഈ തോക്ക് കൊണ്ടുപോയി അകത്ത് വെക്ക്. അമ്പയെ പിടിച്ചോണ്ട് അകത്ത് പോടാ. ഇല്ല ചാ, ഇനി ഇതിനകത്തേക്ക് ഞാനില്ല. ഞങ്ങളുടെ സ്ഥാനം ഇനി ഈ വീടിന് പുറത്താ. വടി. മോനെ മോനെ അമ്മ വിട്ടിട്ട് പോവല്ലേടാ. പോണോ അമ്മേ? ആൺകുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയാത്ത ഇവള് ശപിക്കപ്പെട്ടോളാ. ഇവള് അമ്മ സ്വീകരിക്കണ്ട. പിന്നെ എന്റെ കുഞ്ഞ്, ഇതും പെണ്ണല്ലേ. ഇവളും ഈ വീട്ടിൽ വളരണ്ട. തറവാട് മുടിയും. ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. അമ്മ ഇനി ഇങ്ങനെ ശിക്ഷിക്കില്ലടാ. എന്റെ പൊന്നും കൊടുത്തിനെ ഇങ്ങ താ മോളെ. എന്താടാ ശ്രീധരനാ, കൗസല്യ ചേച്ചി അപ്പുറത്ത് നിന്ന് ഛർദ്ദിക്കുന്നു. എന്റെ 6ാമത്തെ അപ്പീൽ ഏറ്റെന്നാണ് തോന്നുന്നത്. അമ്മേ, ഇതാണായിരിക്കും തീർച്ച. ആണായാലും പെണ്ണായാലും എന്താടാ, എല്ലാം എനിക്കിനി ഒരുപോലെ.